ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിട്ട് നമ്മൾ പോകുന്നൊരു ഹൈക്കിങ്ങിനാണ് ഗൈസ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എവർ ഹൈക്കാണ്. നമ്മൾ പോകുന്നൊരു ഗേൾസ് ട്രിപ്പിനാണ്. സോ നമ്മളിത് പോകുന്നത് ഇംഗിൾട്ടൺ വാട്ടർഫോൾ ട്രെയിലാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹ്യൂജ് സോറി ഗൈസ്, കാരണം ഞാൻ വലിയ കാര്യത്തിനൊരു 60 ഡേയിലെ സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൽ 5 ദിവസത്തെ കണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അതെനിക്കറിയാം. ആൻഡ് എനിക്ക് എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് കൺസിസ്റ്റൻറ്റ് തീരെയില്ല. കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റിൽ ഐ കാൺ മാനേജ് ചെയ്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എനിക്കൊരു ആനുവൽ ലീവ് ഒക്കെ ആയിരുന്നു. സ്റ്റിൽ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കുഴപ്പമില്ല, ബിക്കോസ് ലൈഫ് ഇച്ചിരിയൊക്കെ തിരക്കായിപ്പോയി. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഞാനായിട്ട് ഏറ്റവും വാങ്ങുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഐ കാൺ മാനേജ് ഇറ്റ്. പിന്നെ ഗൈസ്, ഫസ്റ്റ് നമ്മുടെ മാൻഡറ്ററി ആയിട്ടുള്ളൊരു ഒരു ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഫിറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. സോ അതുകൊണ്ട് കുട്ടി ഷോപ്പിങ്ങിനൊക്കെ പോയി. ആൻഡ് ആ ട്രയൽ റൂമിൽ വെച്ചിട്ടതിനകത്ത് അപ്പാടെ ഷർട്ട് മാത്രമേ എടുത്തുള്ളൂ, ബിക്കോസ് പാൻറ് എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫിറ്റിങ്. ആൻഡ് നമ്മുടെ ഹൈക്കിങ്ങിന് വേണ്ടി വേറെ എടുക്കേണ്ടതുള്ളതുകൊണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് സെറ്റായില്ല. പിന്നെ അന്നത്തെ ദിവസം പോകുന്നതിൻ്റെ ഒരു മാൻഡറ്ററി ആയിട്ടുള്ള വേറൊരു സ്കിൻ കെയർ ആണ് ഗൈസ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് അപ്പോൾ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. സോ ഒരു ഊബർ പിക്കപ്പിന് വിളിച്ച് ടെസ്ലയാണ് വന്നത്. ഐ എം നോട്ട് എ ടെസ്ല ഫാൻ. പക്ഷേ ഗൈസ്, എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് കുറച്ച് കാറുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ടെസ്ലയുടെ ഈ ഫീച്ചർ കണ്ടപ്പോൾ ഞാനങ്ങ് ഫാളായി ഗൈസ്. സോ ഈ ക്രഷ് അടിച്ചു. സോ അതുകൊണ്ട് ഐ ഡിസൈഡ് ടു, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡിസൈഡ് ചെയ്യാൻ പറ്റും വാങ്ങാൻ വേണ്ടിയൊക്കെ. സോ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ വെച്ച് ഗൈസ് ഇവരൊക്കെ നമ്മളെ മീറ്റ് ചെയ്തു. നമുക്കിന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു 3 ട്രെയിൻ മാത്രമേ ഉള്ളൂ. സോ ഒരു 3 മണിക്കൂറിൻ്റെ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് 3 ട്രെയിനും ഒരു 10 മിനിറ്റ് ഡ്രൈവ് ആയിരുന്നു. എല്ലാരും നോക്കൂ, അവിടെ ഒരു വരാം. ഞങ്ങൾ 2 സ്റ്റേഷനിൽ ലങ്കാസ്റ്റർ എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട് ഇയാളെ പിക്ക് ചെയ്ത് കേട്ടോ. സോ ആൾ ലൈക്ക് ഇപ്പം ലങ്കാസ്റ്ററിലാണ് താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾ ബന്ധം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ഇട്ട് നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് വാട്ടർഫോളിലേക്ക് പോകാൻ വേണ്ടിയുള്ളത്. സോ ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റിൽ വാട്ടർഫോളിലേക്ക് പോകാൻ വേണ്ടി ലൈക്ക് 10 മിനിറ്റ്സ് ഡ്രൈവ് എന്നാണ് കാണിച്ചത്. സോ അതുകൊണ്ട് ഊബറിന് പോയാൽ മതി ഒരു മൈൻഡ് സെറ്റിലേക്കായിരുന്നു ഇരുന്നത്. പക്ഷെ അവിടെ എത്തിയതും ഞങ്ങളുടെ പ്ലാൻ വേറൊന്ന്, അവിടെ എത്തിയപ്പോൾ നടന്ന് വേറൊന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് സംഭവിച്ചത്. സോ അവിടെ എത്തിയപ്പോൾ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് അവിടെ ഊബർ പോലും ഇല്ലെന്ന്. ഓഫ് കോഴ്സ് ഇവിടെ ഊബർ എന്ന സ്ഥലങ്ങൾ കുറവാണ്, പക്ഷെ ഇങ്ങനത്തെ കൺട്രി സൈഡുകളിലൊക്കെ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. സോ ഊബറൊക്കെ വലിയ കാര്യത്തിന് ബുക്ക് ചെയ്തിട്ട് കണക്റ്റ് ആകാത്തപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഊബർ ഇവിടെ ഇല്ലെന്ന്. പിന്നെ അവിടുത്തെ ലോക്കൽസൊക്കെ എത്തുമ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. സോ നമ്മൾ അവിടുത്തെ ഒരു ലോക്കലായിട്ടൊരു ടീച്ചറെ കണ്ട് ആൾ നമ്മൾ അവിടുത്തെ ടൗൺ ഹാളിലേക്ക് നമ്മളെ വിട്ടു. ആൻഡ് അവിടുത്തെ ക്ലർക്ക് നമുക്ക് ലൈക്ക് പോകേണ്ട ഡയറക്ഷനും അതുപോലെ ബസ് ടൈമിങ്ങും, പിന്നെ അവിടെ ഒരു പ്രൈവറ്റ് ടാക്സി ഉള്ളൂ. സോ അത് ആ ആളുടെ അപ്പനാട്ടോ. സോ ആളുടെ നമ്പറൊക്കെ തന്നു തിരിച്ച് വരുമ്പോൾ പോകണമെങ്കിലൊക്കെ വേണ്ടി. ആൻഡ് അങ്ങനത്തെ ഓരോ ഡീറ്റെയിൽസ് ഒക്കെ തന്നപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരം അത്രയൊക്കെ ജേർണിയിൽ അത്ര കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റി. സോ ഓഫ് കോഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര പ്രീ പ്ലാൻ ട്രിപ്പിനെക്കാട്ടിലൊക്കെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഓഫ് കോഴ്സ് നമ്മളൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുമായിരുന്നു, പോകാൻ പറ്റുമോ, ഇവിടെ വരെ വരുന്ന വെറുതെ ആകുമോ ഒരു തോട്ടത്തൊക്കെ നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ ഇതിൽ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ അല്ല കയറി കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്ത് എവരി മിനിറ്റ് എന്നൊക്കെ തോന്നത്തില്ല. ഇവിടെ വരെ വന്നത് വെറുതെ അല്ല തോന്നുമ്പോൾ ആ ഒരു ഫീൽ കേസ് അത് വേറെയാണ്. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എൻ്റെ വിഷൻ പോയിട്ടുള്ള വൺ ഓഫ് ദ തിങ് ആയിരുന്നു ഈ വർഷത്തെ ഒരു മൗണ്ടൻ കയറണം എന്നുള്ളത്. എൻ്റെ വിഷൻ പോയിട്ടുള്ളവർക്ക് ആണെങ്കിൽ മിക്കവാറും ഈ പോക്കാണെങ്കിൽ റിവീൽ ചെയ്യേണ്ട വരുമായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, നടക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ചിലർക്ക് റിവീൽ ചെയ്യുമായിരിക്കും. ആൻഡ് എൻ്റെ വിഷൻ പോയിട്ടുള്ള വൺ ഓഫ് ദ തിങ് ആയിരുന്നു ഒരു മൗണ്ടൻ കയറണം എന്നുള്ളത്. ദൈവം സഹായിച്ച് ഗൈസ് നമ്മളിന്ന് ഹൈക്ക് ചെയ്തിരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ഹൈക്കാണ്. ആൻഡ് 2026 വിഷൻ പോയിട്ടുള്ള ഒരു കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്തു. ആൻഡ് ഗൈസ് ഈ ട്രീ ഉണ്ടോ, ഇതൊരു മണി ട്രീ ആണ് കേട്ടോ. എൻ്റെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ഈ ട്രീയിൽ കോയിൻസ് വെച്ചിട്ട് അതിനകത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വിഷ് മനസ്സ് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ വിഷ് നടക്കുന്നതാണ്. ദൈവം സഹായിച്ച് ഗൈസ് എൻ്റെ ഒറ്റ കോയിൻ പോലും ഇല്ലായിരുന്നു, കോയിനായിട്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു. സോ അതുകൊണ്ട് കോയിൻ വെക്കാൻ പറ്റിയില്ല, പോട്ടെ സാരില്ല. ദൈവത്തിന് നമുക്ക് എൻ്റെ ഓൾറെഡി എൻ്റെ വിഷും പ്ലാനൊക്കെ അറിയാമല്ലോ. സോ പുള്ളി ഞാൻ ആത്മാർത്ഥമായിട്ട് എഫോർട്ട് ഇടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുള്ളി തന്നെ അത് സെറ്റാക്കി തന്നോളും, പേടിക്കണ്ട. ആൻഡ് ഗൈസ് ഈ ഹൈക്കിംഗ് സ്പോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. വളരെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് 2:15 തൊട്ട് 4 മണിക്കൂർ വരെ നടക്കേണ്ട സ്പോട്ടാണ്. പക്ഷേ നമ്മൾ വളരെയധികം ആസ്വദിച്ച് പോയതുകൊണ്ട് 5 മണിക്കൂർ എടുത്തു. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോട്ടൊക്കെ അത്യാവശ്യം രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് മൗണ്ടനും വെള്ളമൊക്കെ ആൻഡ് അത്ര വലിയ അഡ്വഞ്ചറസ് ഒന്നുമല്ല. പക്ഷേ ഇതിന് മുമ്പ് പോയ കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് ലൈക്ക് വാട്ടർഫോളിൻ്റെ സൈഡും അങ്ങനെ കുറച്ച് വെള്ളവും കല്ലും സംഭവങ്ങളൊക്കെ ആയിട്ട് അതിന് കയറാനൊക്കെ അത്യാവശ്യം നല്ല അഡ്വഞ്ചറസ് സ്പോട്ടാണ്. ആൻഡ് ആ സമയത്തിൻ്റെ പ്രയോറിറ്റി ട്രിപ്പ് എൻജോയ് ചെയ്യാൻ ആയതുകൊണ്ട് എൻ്റെ വലിയ വിഷ്വൽസ് ഒന്നുമില്ല. സോ ഈ സ്ഥലത്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 6 വാട്ടർഫോൾസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പോകുന്ന സ്ഥലങ്ങളൊക്കെ നല്ല നല്ല അഡ്വഞ്ചറസ് ആണ്. ആൻഡ് ഇതൊക്കെ നല്ല കാണാൻ നല്ല സീനിക് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. പക്ഷേ ഈ വാട്ടർഫോളിലേക്ക് കയറി പോകുന്ന ചില സ്ഥലങ്ങളൊക്കെ ലൈക്ക് നല്ല കല്ലും മണ്ണും നിറഞ്ഞ സ്ഥലം എന്നൊക്കെ പറയത്തില്ലേ. സോ അതുപോലെ ലൈക്ക് കയറി പോകാനും ഇറങ്ങാനൊക്കെ നല്ല പാടുള്ളൊക്കെ സ്ഥലമൊക്കെ ആണ് ഓഫ് കോഴ്സ്. പക്ഷേ ലൈക്ക് വേർത്ത് എവരി മിനിറ്റ് എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെ നല്ല അടിപൊളി വ്യൂസൊക്കെ ഓരോ പോയിന്റിലുണ്ട്. ആൻഡ് നമുക്ക് വീണ്ടും പോയി തിരിച്ച് വരാൻ തോന്നുന്നൊരു ടൈപ്പ് ഓഫ് സ്ഥലമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഫസ്റ്റ് ടൈം വരുന്ന ആ ഒരു ഫീൽ വീണ്ടും വരുമ്പോൾ തോന്നുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓഫ് കോഴ്സ് ഇനി ലൈഫിലൊരു ചാൻസ് കിട്ടിക്ക് ഞാൻ വരുമായിരിക്കും ഫോർ ഷുവർ. ആൻഡ് ഗൈസ് നമ്മൾ മൗണ്ടൻസ് ഹൈക്ക് ചെയ്തിരിക്കുന്നു. ആൻഡ് കയറി ലൈക്ക് ഈ സെയിം സ്ഥലത്താണ് നമ്മൾ കയറ്റവും ഇറക്കമൊക്കെ ഒറ്റ ഡയറക്ഷനിൽ പോകുന്നു, തിരിച്ചിറക്കമൊന്നുമില്ല. സോ എനിക്ക് ലൈക്ക് ആ ഒരു സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര നൈസായിട്ട് തോന്നി. ബിക്കോസ് ഭയങ്കര എൻജോയ് ചെയ്ത് ചില്ലാക്കി. നമുക്ക് സ്ഥലമൊന്നും അറിയത്തില്ല, എവിടെ പോയാൽ പെട്ടു പോകുന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്നാലും നല്ല ഒരു കോൾ ഫ്രീ മൈൻഡ് സെറ്റിലേക്ക് പോകുമ്പം വിത്ത് ലൈക്ക് ഗുഡ് പ്ലേസ് വിത്ത് ഗുഡ് പീപ്പിൾ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഫീലൊക്കെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഗൈസ് നമ്മുടെ എൻഡിലെ ഗൈസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ്. ഫുൾ മൗണ്ടൻസും അങ്ങനെയൊക്കെയുള്ള ഫുൾ ഷീപ്പും അങ്ങനൊരു നൈസ് സ്ഥലമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾക്ക് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഊബറിലത്തുകൊണ്ടും ഈ പുള്ളീനെ നമ്മൾ അവിടുത്തെ ഉള്ള ആകെ ടാക്സി ആയിട്ടുള്ള ഈ പുള്ളിനെ വിളിച്ച്. ആൻഡ് പുള്ളി അത്യാവശ്യം നല്ല കമ്പനി ആയിരുന്നു. ആൻഡ് പുള്ളി നമ്മുടെ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്തു. ആൻഡ് നമ്മുടെ പ്ലാനൊക്കെ അനുസരിച്ച് 5:30 വീട്ടിൽ ചെല്ലുന്നതായിരുന്നു. പക്ഷേ ഗൈസ് സമയം കുറച്ച് അതിക്രമിച്ച് പോയി 8:30 വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും. ആൻഡ് പക്ഷേ ടു ബി ഓണസ്റ്റ് ലൈക്ക് വർത്ത് എവരി മിനിറ്റ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു. സോ ദൈവം അനുസരിച്ച് നമുക്കിനി ഇങ്ങനത്തെ നല്ല ട്രിപ്പുകളൊക്കെ പോകണം. ദാറ്റ്സ് ഓൾ. സീ നെക്സ്റ്റ് വീഡിയോ.